ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ വൃന്ദാവനത്തിലെത്തി ബഹളം ഉണ്ടാക്കുന്ന സന്ദീപിന് നേരെ തന്റെ താലിമാല പൊട്ടിച്ച് വലിച്ചെറിഞ്ഞ് ആതിര ഇനി താനുമായി ഒരു ബന്ധവുമില്ല എന്ന് അറിയിക്കണം. ആതിരയുടെ കയ്യിൽ നിന്ന് ആ താലിമാല വാങ്ങി അതുമായി സന്ദീപിന്റെ മുന്നിലേക്കെത്തി കമലമ്മ പറഞ്ഞു, നീയുമായിട്ടുള്ള വിവാഹബന്ധം നിയമപരമായി വേർപെടുമ്പോൾ ഇത് നിന്റെ കയ്യിൽ ഞങ്ങൾ ഏൽപ്പിക്കും. അന്ന് ഇത് കൊണ്ടുപോയി നീ വിൽക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്ത് നീ കുടിച്ച് നിന്റെ സന്തോഷം തീർത്ത് എവിടെയെങ്കിലും വഴിയരികിൽ എവിടെയെങ്കിലും കിടന്ന് നീ ചാക എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് കമലമ്മ പറഞ്ഞു, ഇങ്ങനെയൊരു മകൻ ഇനി എനിക്കില്ല. എൻ്റെ മോൾക്ക് ഇങ്ങനെയൊരു ഭർത്താവുമില്ല. എൻ്റെ മോളുടെ മോൾക്ക് ഇങ്ങനൊരു അച്ഛനും വേണ്ട. നീ ഇറങ്ങി പോടാ ഇവിടുന്ന് എന്ന് പറഞ്ഞ് സന്ധ്യയോട് അവിടുന്ന് ഇറങ്ങി പോകാനായി ദേഷ്യത്തോടെ കമലമ്മ പറയുമ്പോൾ വണ്ടിയും എടുത്ത് നാണം കെട്ട് സന്ദീപ് അവിടെ നിന്ന് ഇറങ്ങുന്നു. സന്ദീപ് പോയി കഴിയുമ്പോഴേക്കും ഇത്രയേറെ രോഷാകുലയായി അവിടെ ഇത്രയും നേരം പിടിച്ചു നിന്ന കമലമ്മ ആകെ തളർന്ന അവശയായി വീഴുന്നു. ഉടനെ എല്ലാവരും ചേർന്ന് കമലമ്മയെ അകത്തേക്ക് കൊണ്ടുപോയി വേഗം ഫസ്റ്റ് എയ്ഡ് നൽകുമ്പോൾ മുഖത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ബോധം തെളിഞ്ഞു വരുമ്പോഴേക്കും എത്രയും വേഗം അമ്മയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് സച്ചിയും അനഘയും എല്ലാവരും ചേർന്ന് തീരുമാനിക്കുന്നു. അമ്മയ്ക്ക് എന്തോ പ്രഷർ മറ്റ് ഷൂട്ടപ്പ് ആയതാണെന്നും അതുകൊണ്ട് എത്രയും വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് തന്നെ അവർ തീരുമാനിച്ചു. അപ്പോഴേക്കും കമലമ്മ പറഞ്ഞു, വേണ്ട, എന്നെ എവിടേക്കും കൊണ്ടുപോകണ്ട മോളെ ആതിരെ. നിന്നോട് ഒരിക്കലും ഒരമ്മയും ഒരു മകളോടും പറയുന്ന കാര്യമല്ല ഇത്. പക്ഷേ എൻ്റെ മോള് ഇനി അവനെക്കുറിച്ച് ആലോചിക്കണ്ട. അങ്ങനെ ഒരു ഭർത്താവ് ഇനി എൻ്റെ മോൾക്ക് വേണ്ട എന്ന് കമലമ്മ പറയുമ്പോൾ അത് കേട്ട ആതിര പറഞ്ഞു, അമ്മേ, എനിക്കതിൽ വിഷമമൊന്നുമില്ല. അമ്മയെ പറയുന്നതിന് മുൻപേ തന്നെ ഞാനത് തീരുമാനിച്ചതാണ്. ഇനി അങ്ങനെ ഒരു ബന്ധം എനിക്ക് വേണ്ട എന്ന് ഞാൻ ഉറപ്പിച്ചതാണ് എന്ന് ആതിര അറിയിക്കുമ്പോൾ ഇത് കേട്ട സന്ദീപ് പറഞ്ഞു, അതെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ, അന്ന് നമുക്ക് എത്രയും വേഗം ഹോസ്പിറ്റലിൽ പോകാം. അമ്മ എഴുന്നേറ്റ് റെഡി ആയിക്കേ എന്ന് പറഞ്ഞപ്പോൾ ശശിയോട് കമലമ്മ പറഞ്ഞു, വേണ്ട മോനെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഒരു വേദനയുമില്ല. പക്ഷേ എൻ്റെ മോളുടെ ജീവിതം ഇങ്ങനെയായി പോയല്ലോ എന്നോർത്ത് കമലമ്മ സങ്കടപ്പെടുമ്പോൾ സച്ചി പറഞ്ഞു, എല്ലാം നമുക്ക് തിരിച്ചു പിടിക്കാം അമ്മേ. എന്തായാലും അവനിനി നമുക്കെതിരെ കോടതിയിൽ എന്ത് മൊഴി നൽകിയാലും അതൊക്കെ നമ്മുടെ വക്കീൽ നോക്കിക്കോളും എന്ന് സച്ചി മനസ്സുറപ്പിച്ച് പറയുമ്പോൾ അത് കേട്ട് നിന്ന സ്നേഹ പറഞ്ഞു, ഇനി നമുക്കെതിരെ അവിടെ മൊഴി നൽകിയാൽ അത് വലിയൊരു പ്രശ്നമാവില്ലേ ഏട്ടാ എന്ന് ചോദിച്ചപ്പോഴേക്കും അത് കേട്ട് നിന്ന അനഘ പറഞ്ഞു, അതെ, ഇതിനൊക്കെ കാരണക്കാരി എൻ്റെ ആ ചേച്ചി എന്ന് പറയുന്നുള്ള ആ അവന്തിക, അവർ തന്നെയാ. അവരെ ഞാൻ ശരിയാക്കും എന്ന് പറഞ്ഞപ്പോൾ ഇത് കേട്ട് നിന്ന ആതിര പറഞ്ഞു, വേണ്ട, ആരെയും കൊല്ലാനായിട്ട് ഇറങ്ങി പുറപ്പെടണ്ട. അങ്ങനെ സന്ദീപ് മുഖേനയാണ് നമ്മുടെ ഈ കേസ് തോൽക്കുന്നതെങ്കിൽ പിന്നെ സന്ദീപിനെ തീർക്കാൻ മറ്റാരും ഇറങ്ങി പുറപ്പെടേണ്ട ആവശ്യമില്ല. ഞാൻ തന്നെ പോകും അവൻ്റെ ജീവൻ എടുക്കാനായി. അങ്ങനെ അവൻ്റെ ജീവൻ ഞാൻ എടുക്കുമ്പോൾ എൻ്റെ മക്കളെ നിങ്ങളെല്ലാവരും കൂടി നോക്കിയേക്കണം എന്നതായിരുന്നു ആതിരയുടെ മറുപടി. ആതിരയുടെ ആ തീരുമാനവും വാക്കും കേട്ടതോടെ എല്ലാവരും ആകെ തകർന്ന് പരസ്പരം നോക്കുകയാണ്. എല്ലാവരുടെയും മനസ്സും ആകെ തകർന്നു പോകുന്നു. ആതിരയുടെ തീരുമാനം കേട്ട് ആകെ ഞെട്ടലോടെ എല്ലാവരും അങ്ങനെ നിൽക്കുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒന്ന് ആതിര പറഞ്ഞതുപോലെ ആഘാതത്തിലായി ഏവരും. അപ്പോഴാണ് അവന്തികയെ കാണുവാനായിട്ട് അവിടേക്ക് അവന്തികയുടെ വീട്ടിലേക്ക് അർച്ചന എത്തുന്നത്. അവന്തിക തൻ്റെ കേസ് ഫയലുകളൊക്കെ എടുത്തൊന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അകത്തേക്ക് കയറി വരുന്ന അർച്ചനയെ കണ്ട് ഞെട്ടലോടെ അവന്തിക നോക്കി. അകത്തേക്ക് വളരെ സ്നേഹത്തോടെ അർച്ചന കയറി ചെന്നു. അല്ല, നല്ല ആളാ. എത്ര ദിവസമായി അവന്തികയെ ഒന്ന് കണ്ടിട്ട്. എനിക്കാണെ വല്ലതും മിണ്ടാനും പറയാനും ഒക്കെ ഉള്ളത് ആകെയുള്ളൊരു കൂട്ട് അവന്തിക മാത്രമല്ലേ. എന്നിട്ട് അവന്തിക വീട്ടിലോട്ടൊന്നും വരാതിരിക്കുന്നത് വളരെ മോശമായി പോയി എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട് എന്ന് അവന്തിക പറഞ്ഞു, അത് പിന്നെ കുറേ ദിവസമായില്ലേ ഞാൻ ഓഫീസിൽ നിന്ന് മാറി നിൽക്കുന്നു. അതിൻ്റെതായ ചില പ്രശ്നങ്ങൾ ഓഫീസിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വരാതിരിക്കുന്നത്. കുറേ കാര്യങ്ങൾ ഓഫീസിൽ ഞാനില്ലാത്തത് കൊണ്ട് സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഓർഡറാക്കി എടുക്കണം. അതുകൊണ്ടാണ് ഇപ്പോൾ അവിടേക്ക് വരാൻ പറ്റാത്തത് എന്ന് അവന്തിക അറിയിച്ചു. അവന്തികയുടെ വാക്കുകൾ കേട്ടപ്പം ആകെ വിഷമത്തോടെ അർച്ചന പറഞ്ഞു, എന്തായാലും അവന്തികയെ അങ്ങോട്ട് കാണാത്തത് കൊണ്ടാണ് ഞാൻ അവന്തികയെ അന്വേഷിച്ച് ഇവിടേക്ക് എത്തിയത് എന്ന് അർച്ചന പറയുന്നു. അങ്ങനെ അർച്ചനയും അവന്തികയും കൂടി അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുന്നിൽ കിടക്കുന്ന ഫയലുകൾ കണ്ടിട്ട് അർച്ചന ചോദിച്ചു, അല്ല, ഇതൊക്കെ എന്താ? അപ്പോഴേക്കും അവന്തിക പറഞ്ഞു, അതെ, ഇതാണ് ഇപ്പോഴത്തെ പുതിയ തലവേദന. അതെ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇവിടുന്ന് മാറിയപ്പോൾ എനിക്ക് 1-2 കേസുകളുണ്ട്. ആ കേസിൽ ഇപ്പോൾ ഏകദേശം ഞാൻ അതിൻ്റെ വിധി പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇത് വലിയൊരു തൊല്ലയായി മാറിയിരിക്കുകയാണ് ഈ കേസ്. ആ സച്ചി ഉണ്ടല്ലോ, അന്ന്
സമൃദ്ധിയുടെയൊക്കെ അന്നത്തെ ആ പൂജ മുടക്കിയ ആ സച്ചി ഒരു ഭ്രാന്തൻ. അയാള് ഇപ്പോ എനിക്കും വലിയ തലവേദനയായി മാറിയിരിക്കുക. അതുകൊണ്ട് അയാളുമായിട്ട് ഒരു കേസ് നടക്കുന്നുണ്ട്. അതിൻ്റെ ഹിയറിങ് ഉടനെ ഉണ്ട്. അതിൻ്റെ പേപ്പേഴ്സാണ് ഈ കിടക്കുന്നതെല്ലാം എന്ന് പറഞ്ഞപ്പോൾ അർച്ചന പതിയെ അത് എടുത്തു നോക്കി. അങ്ങനെ അർച്ചന ആ പേപ്പറുകളൊക്കെ നോക്കിയിട്ട് മനസ്സിൽ പറഞ്ഞു, ഇതിൻ്റെ റിപ്പോർട്ട് ഉടനെ തന്നെ നിനക്കെതിരായി വരാൻ പോവുകയാണ് അവന്തിക. നീ തോൽക്കാൻ പോകുന്നു. എല്ലാ കേസിലും നീ തോൽക്കണം. അതുതന്നെയാണ് എൻ്റെ ആഗ്രഹവും എൻ്റെ ലക്ഷ്യവും എന്ന് അർച്ചന മനസ്സിലങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അർച്ചനയുടെ നോട്ടം കണ്ട് അവന്തിക്ക് ചോദിച്ചു, എന്തു പറ്റി, സമൃദ്ധി എന്തോ ആലോചിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അർച്ചന പറഞ്ഞു, അല്ല, ആ സച്ചി എന്ന് പറയുന്ന ആളെ, അയാള് എന്നോട് എന്തിനാ ഇങ്ങനെ ഒരു വിരോധം കാണിക്കുന്നത്? എൻ്റെ കാര്യത്തിൽ എന്തിനാ അയാൾ ഇങ്ങനെ ഇടപെടുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും അർച്ചനയുടെ ചോദ്യം കേട്ട് അവന്തിക പറഞ്ഞു, അതങ്ങനെയാണ്. അവൻ കാണുന്ന സ്ത്രീകളെയൊക്കെ കയറി പിടിക്കും. അവൻ്റെ സ്വഭാവം അങ്ങനെയാ. എന്തായാലും അന്ന് അവിടെ നിന്ന് സമൃദ്ധ ഓടി രക്ഷപ്പെട്ടത് എന്തുകൊണ്ടും നന്നായി. അവന് മുന്നിൽ കാണുന്ന സ്ത്രീകളോടൊക്കെ അവൻ അങ്ങനെ ഒരു പെരുമാറ്റമാണ്. അവൻ്റെ രീതികളും അങ്ങനെയാണ്. അവൻ മുന്നിൽ കണ്ണിൽ കാണുന്ന പെൺകുട്ടികളെയൊക്കെ കയറി പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് അവനെ അകറ്റി നിർത്തുന്നത് എന്തുകൊണ്ടും നല്ലതാണ് അർച്ചന, നല്ലതാണ് സമൃദ്ധ എന്നിങ്ങനെ അവന്തിക അർച്ചനയോട് പറയുന്നു. എല്ലാം കേട്ട് അർച്ചന ഇങ്ങനെ സംശയിച്ചങ്ങനെ ഇരിക്കുമ്പോഴേക്കും വേഗം ഹാളിലേക്ക് അർച്ചനയെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് അവന്തിക. ഇതിനിടയിൽ ആ ഫയലിലെ പേപ്പേഴ്സൊക്കെ അച്ഛൻ ഓടിച്ചു നോക്കുമ്പോഴേക്കും അവന്തിക പറഞ്ഞു, താനിത് വെറുതെ നോക്കി തല പുണ്ണാക്കിയിട്ട് കാര്യമൊന്നുമില്ല, അതോടെ വെച്ചേക്കെന്ന് പറഞ്ഞ് അർച്ചനയും വിളിച്ചുകൊണ്ട് നേരെ ഹാളിലേക്ക് അവന്തിക്ക് പോകുന്നു. ഈ സമയത്ത് ഹാളിലിരുന്ന് അവന്തിക്ക് അർച്ചനയെ സംസാരിക്കുമ്പോൾ മൂർത്തി പിന്നാലെ എത്തി. അവിടെ നിന്ന് മൂർത്തി അവിടെ ഫയലിൽ നിന്ന് കിടക്കുന്ന പേപ്പേഴ്സൊക്കെ എടുത്ത് പെറുക്കി വെക്കാൻ മൂർത്തിയെ കണ്ണുകൾ കൊണ്ട് അതിനുള്ള ഓർഡർ നൽകുകയാണ് അവന്തിക. മൂർത്തി അത് കേട്ട് ശരിയെന്ന് തലകുലുക്കി വേഗം ചെന്ന് ആ ടേബിളിൽ കിടക്കുന്ന പേപ്പേഴ്സ് എല്ലാം വേഗം ഫയലുകൾക്കുള്ളിലേക്ക് മാറ്റുന്നു. ഈ സമയത്ത് അർച്ചനയ്ക്ക് അരികിലേക്ക് ഓടിയെത്തുകയാണ് ചിപ്പിമോള് വന്നിട്ട് പറഞ്ഞു, അതെ അർച്ചന ആൻറ്റി, അമ്മ പറഞ്ഞൊന്നും കേൾക്കണ്ട കേട്ടോ. അങ്കിള് പാവാ, അങ്കിള് ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. അത് കേട്ടതും അർച്ചന പറഞ്ഞു, എനിക്കറിയാം ചിപ്പിമോളെ, അങ്കിള് പാവമാണെന്ന്. എന്താ, അങ്കിളിനോട് ചിപ്പിമോൾക്ക് വല്ലാത്തൊരു സ്നേഹമാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇത് കേട്ട് അവന്തിക പറഞ്ഞു, അതെ മോളെ ചിപ്പി അകത്തേക്ക് പോയിക്കോ, ആൻറ്റിയോട് അമ്മയ്ക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവന്തികയോട് നോക്കിയിട്ട് ചിപ്പിമോള് പറഞ്ഞു, എനിക്കും സംസാരിക്കാനുണ്ട് ആൻറ്റിയോട്, കുറേ ദിവസമായി ആൻറ്റിയെ കണ്ടിട്ട് എന്ന് പറഞ്ഞു. അതെ, സച്ചിയങ്ങളിനെ കുറിച്ച് അമ്മ പറഞ്ഞൊന്നും കേൾക്കണ്ട കേട്ടോ, സച്ചിയങ്ങൾ പാവാ എന്നതായിരുന്നു ചിപ്പിമോളുടെ മറുപടി. എല്ലാം കേട്ട് അർച്ചന ചിരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ചിപ്പിമോൾക്കുള്ള ചോക്ലേറ്റും അർച്ചന ചിപ്പിമോൾക്ക് നൽകി. അത് വാങ്ങിച്ച് അടുത്തിരുന്ന് ചിപ്പിമോൾ ചോദിച്ചു, അല്ല ആൻറ്റിക്ക് അമ്മയുടെ ഒരു ഫ്രണ്ട് അർച്ചനെ അറിയാവോ എന്ന് ചോദിച്ചതും ഉടനെ അത് കേട്ട് അർച്ചന അതിശയത്തോടെ ചിപ്പിമോളെ നോക്കി. അപ്പോഴേക്കും അടുത്തിരുന്ന അവന്തിക പറഞ്ഞു, അതൊക്കെ എന്തിനാ മോള് ചോദിക്കുന്നത്? അതൊന്നും ആൻറ്റിക്ക് അറിയത്തില്ലല്ലോ, അതൊക്കെ പഴയ കഥയല്ലേ എന്നതായിരുന്നു അവന്തികയുടെ മറുപടി. അപ്പോഴേക്കും ചിപ്പിമോള് മനസ്സിലിങ്ങനെ അക്കാര്യം പറഞ്ഞത് കേട്ടപ്പോൾ അർച്ചന മനസ്സിൽ പറഞ്ഞു, ഇതൊന്നും പഴയ കഥയല്ല അവന്തികെ, അതെല്ലാം തിരിച്ചു വരാൻ പോവാ. നിന്റെ കയ്യിലുണ്ടായിരുന്നതെല്ലാം നിനക്ക് നഷ്ടമാക്കാൻ പോകുന്നു. നീ അങ്ങ് വിജയിച്ചു എന്ന് കരുതണ്ട എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അർച്ചന അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ചിപ്പിമോളോട് അവന്തിക പറഞ്ഞു, ശരി മോളകത്തേക്ക് പൊക്കോ, ആൻറ്റി ഇപ്പോഴൊന്നും പോകുന്നില്ല, ആൻറ്റിയോട് അമ്മയ്ക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, മോളെ പോയി വല്ലതും പഠിച്ചോ എന്ന് പറഞ്ഞു. ശരി ആൻറ്റി പോകല്ലേ എന്ന് പറഞ്ഞതും ഇല്ല മോളെ, ആൻറ്റി മോളെ കണ്ടിട്ട് സംസാരിച്ചിട്ടേ ആൻറ്റി പോകൂ, മോള് പൊയ്ക്കോ എന്ന് പറഞ്ഞ് അർച്ചന ചിപ്പിമോളോട് പൊയ്ക്കൊള്ളാനായിട്ട് അറിയിച്ചു. അങ്ങനെ ശരി ആൻറ്റി എന്ന് പറഞ്ഞ് ചിപ്പിമോള് സന്തോഷത്തോടെ അകത്തേക്ക് കയറി പോന്നു. ഈ സമയത്ത് അവന്തിക ആലോചിച്ചു, അല്ല ചിപ്പിമോൾക്ക് എന്തിനാ അർച്ചനയോട് ഇത്ര വലിയ അറ്റാച്ച്മെന്റ്? അതിന്റെ ആവശ്യമില്ലല്ലോ, അവൾക്ക് സച്ചിയും വലിയ കാര്യമാണ്. ഇവരോട് രണ്ടുപേരോടുള്ള ചിപ്പിമോളുടെ ഈ അടുപ്പം എത്രയും വേഗം ഇല്ലാതാക്കണം. അങ്ങനെ മനസ്സ് ചിന്തിച്ചുകൊണ്ട് അവന്തിക ചിപ്പിമോളുടെ പൊയ്ക്കൊള്ളാൻ പറയുമ്പോഴേക്കും ശരി ആൻറ്റി ബൈ എന്ന് പറഞ്ഞ് ചിപ്പിമോള് വേഗം റൂമിലേക്ക് പോയി. ഈ സമയത്ത് അർച്ചനയോട് അവന്തിക പറഞ്ഞു, സമൃദ്ധ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. അത് കേട്ടതും അർച്ചന ചോദിച്ചു, ഹെൽപ്പോ? ഞാനെന്ത് ഹെൽപ്പ് ചെയ്യാനാ അവന്തിക്ക് എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ, ഞാൻ പറഞ്ഞില്ലേ ഈ സച്ചിയുമായിട്ടുള്ള കേസിന്റെ കാര്യം, അതില്
ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നത്, കോടതിയിലെ അഡ്വക്കേറ്റ് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഗോകുലാണ്. ആ ഗോകുലിന്റെ റിപ്പോർട്ടിൽ എനിക്ക് അനുകൂലമായിട്ടുള്ള റിപ്പോർട്ട് വേണം ഗോകുൽ അവിടെ നൽകാനായിട്ട്. അതിന് സമൃദ്ധി എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് പറയാനാണ് ഇക്കാര്യത്തിൽ, എനിക്ക് അതിൽ എന്ത് ചെയ്യാൻ പറ്റുമോ അവന്തിക എന്നതായിരുന്നു അർച്ചനയുടെ ചോദ്യം. ഉടനെ അവന്തിക പറഞ്ഞു, അല്ല, ഭാര്യമാരെ സ്നേഹനിധിയായ ഭർത്താക്കന്മാർ ഭാര്യമാരുടെ വാക്കുകൾ കേൾക്കുകയും ഭാര്യമാരുടെ ആവശ്യം അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുമല്ലോ. അതുകൊണ്ട് അവന്തിക എനിക്ക് വേണ്ടി സമൃദ്ധി ഒന്ന് സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞതും അത് കേട്ടതോടെ അർച്ചന പറഞ്ഞു, അത് പിന്നെ ഞാൻ സംസാരിച്ച് നോക്കാം അവന്തിക, പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഇതുപോലെയുള്ള ഓഫീസ് കാര്യങ്ങളിലൊന്നും എന്നെ കൈകടത്തിക്കാറില്ല. അതാണ് ഗോകുലിന്റെ തീരുമാനവും തിയറിയും. ഗോകുൽ ഒരിക്കലും എന്നെ ഗോകുലിന്റെ ഓഫീസ് കാര്യങ്ങളിലൊന്നും എനിക്ക് യാതൊരു രീതിയിലുള്ള പങ്കും അതിൽ എനിക്കായിട്ട് നൽകിയിട്ടില്ല. അതുകൊണ്ട് എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് ഗോകുൽ തനിച്ച് തന്നെയാണ് എന്ന് അവന്തികയോട് അർച്ചന പറയുന്നു. അതിനിടയിൽ അർച്ചന മനസ്സിൽ പറഞ്ഞു, അവന്തികയെ, നിനക്കുള്ള റിപ്പോർട്ട് ഞാൻ എപ്പോഴേ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. നിനക്കെതിരായിട്ടുള്ള റിപ്പോർട്ട് തന്നെയാണ് ഗോകുലിന്റെ ഭാഗത്തു നിന്ന് വരാൻ പോകുന്നത്. അതുകൊണ്ട് ഈ ഒരു കേസിൽ നീ എന്തായാലും വിജയിക്കാൻ പോകുന്നില്ല അവന്തിക. നിന്നെ തോൽപ്പിച്ചതിന് ശേഷം വേണം എനിക്ക് എൻ്റെ സച്ചിയുടെ അരികിലേക്ക് മടങ്ങുവാൻ എന്ന് അവന്തിക മനസ്സിലങ്ങനെ പറഞ്ഞു. അവന്തികയെ നോക്കി അർച്ചന മനസ്സിലങ്ങനെ പറയുന്നു. അപ്പോഴേക്കും അവന്തിക പറഞ്ഞു, എന്നാ ഇവിടെ സമൃദ്ധി ഇവിടെ ഇരിക്കേ, ഞാനിപ്പോ കുറച്ച് അത്യാവശ്യ പേപ്പേഴ്സ് എടുക്കാനുണ്ട്, ഞാൻ ദാ വരുന്നു എന്ന് പറഞ്ഞ് വേഗം തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് അവന്തിക അകത്തേക്ക് പോകുമ്പോൾ, ചായ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് അവന്തിക അകത്തേക്ക് പോകുമ്പോൾ അർച്ചന അവന്തികയ്ക്ക് തിരിച്ചടി കൊടുക്കാൻ തനിക്കുള്ള അവസരമാണിനി വരുന്നതെന്നും അത് തീർച്ചയായും താൻ മുതലാക്കുക തന്നെ ചെയ്യുമെന്നും മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അർച്ചന നിന്നു. ഈ സമയത്താണ് ഗോകുൽ പുറത്തെ ഓഫീസിലേക്ക് പോകാനായി റെഡിയായിട്ട് വേഗം വണ്ടിയിലേക്ക് കയറുന്ന സമയത്ത് ഗോകുലിന്റെ വണ്ടിക്കകത്തേക്ക് വേഗം ഓടി വന്ന് കയറുകയാണ് സച്ചി. എന്നിട്ട് ഗോകുലിന്റെ കഴുത്തിന് കത്തി വെച്ചുകൊണ്ട് പറഞ്ഞു, സാറേ, മര്യാദയ്ക്ക് സാറിനോട് ഒന്ന് കൂടിക്കാഴ്ചയ്ക്കായി സമയം തരാൻ പറഞ്ഞാൽ സാർ അതിന് തരില്ല. അതുകൊണ്ട് ഇനി ഞാൻ പറയുന്നതെല്ലാം സാർ കേട്ടിട്ടങ്ങ് പോയാൽ മതി. അങ്ങനെ പറഞ്ഞുകൊണ്ട് സച്ചി വേഗം തന്നെ ഗോകുലിന്റെ വണ്ടിയിൽ കയറി ഗോകുലിന്റെ കഴുത്തിന് കത്ത് കാണിച്ചു. ഇത് കണ്ടതും ഗോകുൽ പറഞ്ഞു, സച്ചിക്ക് ഞാൻ ഒരു സുഹൃത്തിന്റെ ഒരു പരിഗണന നൽകിയത് കൊണ്ടാണോ താൻ എങ്ങനെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? എടോ, ഞാൻ എന്ത് തെറ്റാണോ തന്നോട് ചെയ്ത്? തനിക്ക് എന്താ വേണ്ടത് എന്ന് ചോദിച്ചപ്പോഴേക്കും സച്ചി പറഞ്ഞു, എത്ര ദിവസമായി സാർ സാറിനോടൊന്ന് സംസാരിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു, പക്ഷേ സാർ അതിന് സമ്മതിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ഇന്ന് സാർ എന്തായാലും എൻ്റെ വാക്കുകൾ കേട്ടിട്ട് സാറ് പോയാൽ മതി. ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് സാറ് വണ്ടി ഓടിക്കണം, ഇല്ലാതെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ എന്ന് പറഞ്ഞതും താനെന്താടോ വലിയ ഗുണ്ടയാണെന്ന് വരുത്തി തീർക്കാൻ നോക്കുവാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും, അല്ല സാറേ, ഇത് എനിക്ക് എൻ്റെ ജീവിതമാണ്. എനിക്ക് നഷ്ടപ്പെട്ടു പോയ ജീവിതം തിരികെ പിടിക്കാനായിട്ടുള്ള ശ്രമം അതില്ലാതാക്കിയത് സാറല്ലേ? 10 വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ ജീവിതം തട്ടിപ്പറിച്ചെടുത്തത് സാറല്ലേ? അതുകൊണ്ട് എനിക്കറിയണം സാർ. എനിക്ക് പല കാര്യങ്ങളും സാറിൽ നിന്ന് അറിയാനും പലതും സാറിനോട് പറയാനുമുണ്ട്. സാർ അതിനായിട്ട് സ്വയമേ തയ്യാറായി സാർ വരില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു വഴി സ്വീകരിക്കേണ്ടി വന്നത്. ഇനി ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് സാർ വണ്ടി ഓടിക്കാൻ, അതിനുശേഷം നമുക്ക് പിന്നീട് സംസാരിച്ചതിന് ശേഷം കാര്യങ്ങൾ തീരുമാനിക്കാം എന്ന് പറഞ്ഞ് സാറിൻ്റെ വാക്കുകൾ കേൾക്കാൻ തയ്യാറാകാത്തത് കൊണ്ടല്ലേ എനിക്കിങ്ങനെ ചെയ്യേണ്ടി വന്നതെന്ന് പറഞ്ഞ് സച്ചി വേഗം ഗോകുലിന്റെ കഴുത്തിന് നേരെ കത്തി പിടിച്ചുകൊണ്ട് അവിടെ സച്ചിയുടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് വണ്ടി ഒതുക്കാനായിട്ട് പറയുന്നു. അവിടെ വണ്ടി ഒതുക്കി കഴിഞ്ഞതും സച്ചി വേഗം ഗോകുലിന്റെ കഴുത്തിന് വീണ്ടും ആ കത്തി വെച്ചു. എന്നിട്ട് ഗോകുലിനെ ബലമായി അവിടെ ഉണ്ടായിരുന്ന ഒരു ഒഴിഞ്ഞ കെട്ടിടത്തിനകത്തേക്ക് സച്ചി ഗോകുലിനെ കൂട്ടിക്കൊണ്ടുപോകുന്നു. അവിടെ ചെന്ന ഗോകുലിനെ സച്ചി അവിടെ ബന്ധനസ്ഥനാക്കുകയാണ്. മര്യാദയ്ക്ക് സാർ എന്തായാലും ഞാൻ പറയുന്നത് കേൾക്കാൻ കൂട്ടാക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ രീതിയിൽ ഒരു നീക്കം നടത്തുന്നത്. സാറിനോട് മര്യാദയ്ക്ക് പറഞ്ഞാൽ സാർ ഒന്നും കേൾക്കില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും എൻ്റെ വാക്കുകൾ കേൾക്കണം സാറ് എന്ന് പറഞ്ഞ് ഗോകുലിനെ ആ കെട്ടിടത്തിൽ ബന്ധനസ്ഥനാക്കുന്നു. കൈകൾ ബന്ധിച്ച് ആ കസേരയിൽ ഗോകുലിനെ പിടിച്ചിരുത്തുമ്പോൾ അവിടേക്ക് ഗോകുലിനെ രക്ഷിക്കാനായിട്ട് ഓടിയെത്തുകയാണ് ആരതി അവിടേക്ക് വന്നതും സച്ചി ഗോകുലിനോട് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളും തൻ്റെ ഭാര്യയായ അർച്ചനയുടെയും കുഞ്ഞിൻ്റെയും ഫോട്ടോസും സച്ചി ഗോകുലിനെ കാണിക്കുന്നു. ഇതാണ് എൻ്റെ അർച്ചന,
എൻ്റെ കുഞ്ഞ്. ഇവരെ രണ്ടുപേരെയുമാണ് 10 വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് നഷ്ടമായത്. എനിക്ക് ഒറ്റയൊരു കാര്യത്തിനുള്ള ഉത്തരം മാത്രം കിട്ടിയാൽ മതി. എങ്ങനെയാണ് എങ്ങനെയാണ് സാറിന്റെ ഭാര്യ സമൃദ്ധിയായി എൻ്റെ അർച്ചന മാറിയത്? അതിനുള്ളൊരു ഉത്തരം മാത്രം എനിക്ക് കിട്ടിയാൽ മതി. എന്നിട്ട് സാറ് പൊയ്ക്കോ എന്ന് സച്ചി ഗോകുലിനോട് ആവശ്യപ്പെടുമ്പോൾ, ഇത്രയും നാളും ഭാര്യയെ കാണാത്ത വേദനയിൽ ജീവിതം മുഴുവൻ ഹോമിച്ച് നടന്നിരുന്ന സച്ചിയോട് ഇത്രയും നാളും അകൽച്ച കാണിച്ചതും ആ സച്ചിയെ തെറ്റിദ്ധരിച്ചതും വലിയ കുറ്റമായി പോയെന്നുള്ള തിരിച്ചറിവ് ഗോകുലിനുണ്ടാകുന്നു. ഗോകുലിന്റെ ജീവിതത്തിലേക്ക് അർച്ചന എങ്ങനെയാണ് കടന്നു വന്നത് എന്നുള്ള സത്യം ഗോകുൽ സച്ചിയോടും ആരതിയോടും വെളിപ്പെടുത്തണം. ആരതി അവിടേക്ക് എത്തിയത് കൊണ്ട് തന്നെ സച്ചി പറഞ്ഞതിന്റെ സത്യാവസ്ഥ ആരതിയും പറഞ്ഞ് ബോധ്യപ്പെടുത്താനായി ഗോകുലിന്റെ അടുത്ത് പലതവണ ശ്രമിച്ചിട്ടും ഗോകുൽ അതിന് തയ്യാറാകാതെ പോയതിന്റെ നിരാശയും സത്യം ആരുടെ ഭാഗത്താണെന്നുള്ളത് ബോധ്യമായതിന്റെ വേദനയും ഗോകുലിനെ അലട്ടി. ഗോകുൽ സങ്കടത്തോടെ സച്ചിയോട് മാപ്പ് പറയുന്നു. സച്ചി താൻ മനഃപൂർവ്വം ചെയ്തതല്ല എന്നും അന്ന് തന്റെ ഭാര്യയെ രക്ഷിക്കാനായി ശ്രമിച്ചപ്പോൾ അന്ന് നടന്ന ആക്സിഡന്റിനെയും അതിനുശേഷം സംഭവിച്ച കാര്യങ്ങളുമൊക്കെ സച്ചിയോട് ഗോകുൽ വെളിപ്പെടുത്തുന്നു. എല്ലാം കേട്ട് കഴിഞ്ഞതും ഇപ്പോഴും അർച്ചനയുടെ മനസ്സിൽ സച്ചിയാണ് തന്റെ ഭർത്താവ് എന്നുള്ള ആ സത്യം അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ടില്ല എന്നും അതുകൊണ്ടാണ് ഇപ്പോഴും സച്ചിയെ കാണുമ്പോൾ അർച്ചന ഭയന്ന് മാറുന്നത് എന്നുള്ള കാര്യം ഗോകുൽ സച്ചിയോട് പറയുന്നു. തനിക്കും തന്റെ കുടുംബത്തിന്റെയും വിളക്കായി മാറിയിരിക്കുന്ന അർച്ചനയെ തനിക്ക് നഷ്ടപ്പെടുത്താനാവില്ല എന്ന് ഗോകുൽ പറയുമ്പോൾ സച്ചി പറയുന്നത്, ഇത്രയും വർഷക്കാലം അയാളെ കാണാതെ അയാളെയും കുഞ്ഞിനെയും അന്വേഷിച്ച് നടന്ന് ഞാൻ എങ്ങനെയാണ് സർ ഇനി അത് സഹിച്ച് നടക്കുക എന്ന് ഗോകുലിനോട് സച്ചി പറയുന്നു. എന്തായാലും അയാൾക്ക് ഓർമ്മശക്തി തിരിച്ചു കിട്ടാതെ ഒന്നും സാധിക്കുകയില്ല എന്ന് ഗോകുൽ സച്ചിയോട് പറയുമ്പോൾ ആ കുഞ്ഞിനെ കുറിച്ച് സച്ചി വേദനയോടെ ചോദിച്ചു. എൻ്റെ മോളെയെങ്കിലും എനിക്ക് കാണാൻ അനുവദിച്ചൂടെ? എനിക്ക് എൻ്റെ മോളെയെങ്കിലും കാണാനുള്ള അനുവാദം തന്നൂടെ എന്ന് ചോദിക്കുമ്പോൾ ഗോകുൽ സച്ചിയോട് പറഞ്ഞു, അത് എൻ്റെ മോളാണ് സച്ചി. അത് കേട്ടതും സച്ചി ആകെ ഞെട്ടുന്നു. സാറിന്റെ മോളോ? അതെങ്ങനെ? അത് എൻ്റെ മോളല്ലേ? എൻ്റെ കുഞ്ഞിനെയുമായിട്ടാണ് അർച്ചന അന്ന് അവിടെ നിന്ന് ഇറങ്ങിയതായെന്ന് സച്ചി അറിയിക്കുമ്പോൾ അത് കേൾക്കുന്ന ഗോകുൽ പറഞ്ഞു, അന്നത്തെ ആക്സിഡന്റിൽ അർച്ചനയ്ക്ക് കുഞ്ഞിനെ നഷ്ടമായി. പക്ഷേ കണ്ണു തുറന്ന അർച്ചന എൻ്റെ മോള് അർച്ചനയുടെ കുഞ്ഞാണെന്നുള്ള ധാരണയിൽ എൻ്റെ കുഞ്ഞിനെ അടക്കി പിടിക്കുകയും സ്നേഹിക്കുകയും ആ കുഞ്ഞിനെ ചേർത്ത് പരിപാലിക്കുകയും ആകെ ആ കുഞ്ഞിനെ മാത്രമേ അർച്ചനയ്ക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ എന്ന് ഗോകുൽ സച്ചിയെ അറിയിക്കുന്നു. ഒടുവിൽ സച്ചിയുടെ കുഞ്ഞിനെ എവിടെയോ നഷ്ടമായെന്നും അന്നത്തെ ആക്സിഡന്റിൽ വെച്ച് ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതെന്നുള്ള വിവരം സച്ചി തിരിച്ചറിയുകയും തൻ്റെ കുഞ്ഞ് എവിടെ പോയി എന്നുള്ള വേദനയിൽ സച്ചിയുടെ മനസ്സ് നീറുന്നു.